ഇന്ന് നടന്ന ടാസ്കിൽ അനീഷിൻ്റെ ടീമിന് ഒരു സ്റ്റാർ മാത്രം കൊടുത്തതിനെ ചൊല്ലി അനീഷ് ലൈവിൽ ഭയങ്കര ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനറൽ മാനേജർക്ക് യാതൊരു വിധമായ മര്യാദയും ഇല്ല. അത് മറ്റുള്ളവർക്ക് എല്ലാവർക്കും സ്റ്റാർ കൊടുത്തിട്ട് ഞങ്ങളുടെ സെഷന് മാത്രം എന്തുകൊണ്ട് ഒരു സ്റ്റാർ കൊടുത്തെന്ന് തുടങ്ങി അനീഷ് ഭയങ്കരമായിട്ട് സംസാരിച്ച് തുടങ്ങിയതാണ്. ഇത്രയും കഠിനാധ്വാനികളായിട്ട് ഞങ്ങൾ എല്ലാവരും ജോലി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഒരു സ്റ്റാർ മാത്രമാണ് നൽകിയത്. ഞങ്ങൾക്ക് ഭക്ഷണം പോലും തന്നില്ല. നിങ്ങൾ എവിടുത്തെ ജനറൽ മാനേജറാണെന്നാണ് അനീഷ് ചോദിക്കുന്നത്. ഗസ്റ്റായി വന്ന സ്ത്രീ എന്നെ ഇത്രമാത്രം അപമാനിച്ചിട്ട് നിങ്ങൾ നോക്കിയിരുന്നതല്ലാതെ ഒരു ആക്ഷനും എടുക്കുകയാവട്ടെ, എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാട്ടെ നിങ്ങൾ ചെയ്തില്ല. അപ്പം നിങ്ങൾ ഗസ്റ്റായിട്ട് വന്ന സ്ത്രീ വളരെ ക്രൂരമായിട്ട് എന്നെ അപമാനിക്കുന്ന തരത്തിൽ എന്നെക്കൊണ്ട് ടോർച്ചർ ചെയ്യിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ നോക്കി നിന്നതല്ലാതെ എനിക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ഒരു അക്ഷരം മിണ്ടിയോ? ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയോടെ ഈ BB ഹോട്ടലിൽ വർക്ക് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഞങ്ങളല്ലെന്ന് ആരും പറയത്തില്ല. എന്തുകൊണ്ടാണ് ജനറൽ മാനേജർ ഞങ്ങളുടെ സെഷന് ഒരു സ്റ്റാർ മാത്രം തന്നതെന്നുള്ളതിൻ്റെ മറുപടി ഇപ്പോൾ പറയണം. അനീഷ് പറഞ്ഞു തുടങ്ങിയപ്പോഴത്തേനും കണ്ടസ്റ്റൻറ്റുകളെല്ലാവരും ഓരോ സൈഡിൽ നിന്നും സംസാരിക്കാൻ തുടങ്ങി. അനീഷിന് പറയാൻ പറ്റാത്ത കണക്ക് ഒച്ചപ്പാടായി. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, പറയാനുള്ളത് പറഞ്ഞിട്ടേ പോവുകയുള്ളൂ, കേൾക്കേണ്ടതും ബാധ്യത നിങ്ങളുടെയാണ്. ഞാനിത് പറയും, പറയാതിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഞങ്ങളുടെ ടീമിലുള്ള ഒരാൾ വെസൽ ടീമിൽ പോയി ജോലി എടുത്തു, ഞങ്ങളുടെ ടീമിലുള്ള ഒരാൾ പുറത്തു പോയും ജോലി എടുത്തു. ഇത് ഒന്നുമില്ലാതെ കിച്ചൺ ടീമിൽ നിന്ന ടീമിന് എങ്ങനെ 2 സ്റ്റാർ കൊടുത്തു? ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്തു. അവർ യഥാർത്ഥത്തിൽ ഈ 2 സ്റ്റാറിന് അർഹരല്ല. കാരണം ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഭക്ഷണം പോലും അവർ തന്നിട്ടില്ല. പിന്നെ അവർക്ക് എന്തുകൊണ്ട് നിങ്ങൾ സ്റ്റാർ കൊടുത്തു? നൂറയ്ക്കും ഭക്ഷണം കിട്ടിയിട്ടില്ലെന്നും പറഞ്ഞാൽ അനീഷ് ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുകയാണ്. അപ്പോഴത്തേനും ബാക്കിയുള്ള കണ്ടസ്റ്റൻറ്റുകൾ എല്ലാവരും കൂടെ അനീഷിനെതിരെ തിരിയുന്നുണ്ട്. ഷാനവാസും അനീഷും ഒരേ സൗണ്ടിൽ സംസാരിക്കുകയാണ്. ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു സ്റ്റാറിനകത്ത് ഞങ്ങളുടെ ടീമിനെ ഒതുക്കി? ഞങ്ങൾ ഇത്രമാത്രം കഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു സ്റ്റാർ മാത്രം തന്ന? അങ്ങനെയുള്ള ഒരു ജനറൽ മാനേജർ ഈ സ്ഥാനത്തിരിക്കാൻ അർഹയല്ലെന്നും പറഞ്ഞിട്ടാണ് അവർ സംസാരിക്കുന്നത്. അനീഷ് മാക്സിമം തനിക്കുള്ള സൗണ്ട് പുറത്തെടുത്തിട്ടാണ് ഈ സംസാരിക്കുന്നത്. ഇവിടെ വന്ന ഒരു മാഡം, ശോഭ മാഡം, ക്രൂരമായി എന്നെ ഹറാസ് ചെയ്തപ്പം നിങ്ങൾ നോക്കി നിന്നതല്ലാതെ എനിക്ക് വേണ്ടി ഒരു ശബ്ദം പോലും നിങ്ങൾ ഉണ്ടാക്കിയില്ല. വന്ന ഗസ്റ്റിനെ എൻ്റർടൈൻ ചെയ്യണം എന്നുള്ളത് ഇവിടുത്തെ ഓരോ സ്റ്റാഫിൻ്റെയും ആവശ്യമാണ്. അവർ ചെയ്തേ പറ്റൂ. അനീഷ് ഇത് ചെയ്തപ്പം ചിരിച്ചുകൊണ്ടാണ് ചെയ്തത്. ഞാനത് കണ്ടതാണ് എൻ്റെ കണ്ണുകൊണ്ട്. എനിക്കത് ഓർമ്മയുണ്ട് എന്ന് ലക്ഷ്മി വാദിക്കുന്നുണ്ട്. പക്ഷേ അനീഷ് അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. അനീഷ് പറഞ്ഞത് ഇത്രയും ക്രൂരമായ രീതിയിൽ എന്നെ ടോർച്ചർ ചെയ്യുന്ന കണക്ക് ഈ വന്ന മാഡം എന്നോട് പെരുമാറിയപ്പോൾ നിങ്ങളൊരു അക്ഷരം എതിർത്ത് സംസാരിച്ചില്ല. അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ഒരു വർക്കറായ എന്നോട് ഈ മാതിരി ക്രൂരത ചെയ്തിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ശബ്ദമുയർത്തിയില്ല? എന്തുകൊണ്ട് എനിക്ക് വേണ്ടി നിങ്ങൾ സംസാരിച്ചില്ല? നിങ്ങൾ ജനറൽ മാനേജറുടെ സ്ഥാനത്തിരിക്കാൻ യോഗ്യത നിങ്ങൾക്ക് എന്താണുള്ളത് എന്നും ചോദിച്ചുകൊണ്ട് അനീഷ് ഹൗസ് മൊത്തത്തിൽ ഭയങ്കരമായിട്ട് സംഘർഷത്തിലാക്കിയൊക്കെയാണ്. 2 ടാസ്കിലും സ്റ്റാർ കിട്ടിയ ആളാണ് വേറൊരാളുടെ സ്റ്റാർ കണ്ടിട്ടല്ല ശോഭിക്കേണ്ടുന്നത് എന്ന് ലക്ഷ്മി പറയുന്നുണ്ട്. നിങ്ങളുടെ സ്ഥാപനത്തിൽ എങ്ങനെ വിശ്വാസത്തോടെ ഒരു വർക്കർ വന്ന് കയറുമെന്ന് പറഞ്ഞ് അലക്കുകയാണ് അനീഷ് അവിടെ. എങ്ങനെ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു എംപ്ലോയി ജോലി ചെയ്യും? നിങ്ങൾ അർഹതപ്പെട്ട സ്റ്റാർ കൊടുക്കുന്നില്ല, വേതനം കൊടുക്കുന്നില്ല, ആഹാരം കൊടുക്കുന്നില്ല. പിന്നെ എങ്ങനെ എന്നെ പോലുള്ള ഒരു സ്റ്റാഫ് വന്ന് നിങ്ങളുടെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമെന്നും ചോദിച്ചിട്ട് അനീഷ് ഭയങ്കര ബഹളം ഉണ്ടാക്കുകയാണ്.